നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീണ. പ്രധാന വാർത്തകൾ. അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ സന്ദർശനം സർക്കാർ മറുപടി പറയണമെന്ന് കോൺഗ്രസ്. AN രാധാകൃഷ്ണനെ NDA സംസ്ഥാന ഉപാധ്യക്ഷനാക്കി. ബന്ധുക്കളിൽ നിന്നുള്ള ദുരനുഭവം വിദ്യാർത്ഥികൾക്ക് പരാതി അറിയിക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി. KSRTCയെ കുറിച്ചു പ്രദർശനവും മ്യൂസിയവും എന്ന് മന്ത്രി ഗണേഷ് കുമാർ. വാർത്തകൾ വിശദമായി. അർജന്റീനിയൻ ഫുട്ബോൾ ടീം സന്ദർശനം സർക്കാർ മറുപടി പറയണമെന്ന് കോൺഗ്രസ്. അർജന്റീനിയൻ ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുന്ന വിഷയത്തിൽ വീഴ്ച വന്നെങ്കിൽ ചിലവായ പണത്തിനും സർക്കാർ മറുപടി പറയണമെന്ന് കോൺഗ്രസ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് മെസ്സിയെ വിളിക്കാൻ പോയ കായിക മന്ത്രി മറുപടി പറയണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. മെസ്സിക്ക് പകരം കായിക മന്ത്രി കളിക്കുകയാവും നല്ലതായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സന്ദർശനത്തിൽ വീഴ്ച വരുത്തിയത് സർക്കാരാണെന്ന് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ്യൽ തലവന്റെ ചാറ്റ് ഒരു ദൃശ്യമാധ്യമം പുറത്തുവിട്ടതാണ് പുതിയ വിവാദമായത്. സർക്കാരാണ് വ്യവസ്ഥകൾ പാലിക്കാതെ കരാർ ലംഘനം നടത്തിയതെന്നായിരുന്നു ഉള്ളടക്കം. AN രാധാകൃഷ്ണനെ NDA സംസ്ഥാന ഉപാധ്യക്ഷനാക്കി. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് NDA സംസ്ഥാന ഉപാധ്യക്ഷനായി മുതിർന്ന BJP നേതാവ് AN രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് പ്രഖ്യാപനം നടത്തിയത്. BJP മുൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അടുത്തിടെ BJP സംസ്ഥാന നേതൃത്വത്തിൽ നടത്തിയ പുനർസംഘടനയിൽ ഭാരവാഹി പട്ടികയിലും കോർ കമ്മിറ്റിയിലും ഇദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് നേതൃത്വവുമായി കടുത്ത അകൽച്ചയിലായിരുന്നു ഇദ്ദേഹം. ബന്ധുക്കളിൽ നിന്നുള്ള ദുരനുഭവം വിദ്യാർത്ഥികൾക്ക് പരാതി അറിയിക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി. ബന്ധുക്കളിൽ നിന്നും വീട്ടിൽ ദുരനുഭവങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ പ്രത്യേക കർമ്മ പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കുട്ടികൾക്ക് പരാതി സുരക്ഷിതമായി അറിയിക്കാൻ സ്കൂളുകളിൽ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഇത് തുറന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്ന രീതിയിലാവും ക്രമീകരണമെന്ന് മന്ത്രി ശിവൻകുട്ടി സമൂഹ മാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. KSRTCയെ കുറിച്ചു പ്രദർശനവും മ്യൂസിയവും എന്ന് മന്ത്രി ഗണേഷ് കുമാർ. KSRTCയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന പ്രദർശനവും മ്യൂസിയവും സജ്ജീകരിക്കാൻ നീക്കമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായി പഴയ ബസ്സുകൾ, സ്റ്റാൻഡുകൾ എന്നിവയുടെ ഫോട്ടോകൾ, പത്രവാർത്തകൾ, കേരളത്തിൽ പല കാലങ്ങളായി ഉപയോഗിച്ച വാഹനങ്ങൾ എന്നിവ കൈവശമുള്ളവർ 98951936897470252214 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. അത് നാടിന് ഓർമ്മയായി സൂക്ഷിക്കാമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ രോഗബാധ. സ്കൂൾ ഭാഗികമായി അടച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ ബോക്സ് രോഗം പകർന്നു പിടിച്ചതിനെ തുടർന്ന് സ്കൂൾ ഭാഗികമായി അടച്ചു. മലപ്പുറം തിരൂരിലെ ആദവനാട് സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. 57 വിദ്യാർത്ഥികൾക്കാണ് രോഗം പിടിപെട്ടത്. LP UP വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്കാണ് അടച്ചത്. ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്നത്. 344 രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം റദ്ദാക്കി. 334 രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഇതിൽ കേരളത്തിലെ RSP, ബോൾഷിവിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി, ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, നേതാജി ആദർശ് പാർട്ടി, RSP IM എന്നീ പാർട്ടികളും ഉൾപ്പെടും. ഇതോടെ ഈ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുവാദവും ആദായ നികുതി ഇളവും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാവും. 6 വീതം പാർട്ടികളെയാണ് ദേശീയ സംസ്ഥാന പാർട്ടികളായി അംഗീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ്, BJP, CPIM, ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിവയാണ് ദേശീയ പാർട്ടികൾ. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ, 2 സൈനികർ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീരിൽ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. പ്രീതി പാൽ സിംഗ്, ഹർമിന്ദർ സിംഗ് എന്നിവരാണ് കുൽഗാമിലെ അക്കൽ ഗ്രാമത്തിൽ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടത്. വനമേഖലയിൽ തീവ്രവാദികൾ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി ആരംഭിച്ച തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. സൈനിക നടപടിയുടെ 9-ാം ദിവസമാണ് ജവാന്മാർ കൊല്ലപ്പെട്ടത്. വിദ്യാർത്ഥിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ട്യൂഷൻ അധ്യാപകൻ പിടിയിൽ. വിദ്യാർത്ഥിയെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ട്യൂഷൻ അധ്യാപകൻ പിടിയിൽ. കോട്ടയം കാഞ്ഞിരത്താനം സ്വദേശി 34-കാരൻ രാഹുലിനെയാണ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ പേരാമ്പ്രയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തട്ടിപ്പ് നടത്തി ഒളിവിലായിരുന്നു ഇയാൾ. കോളേജ് അധ്യാപകരുടെ മകനായ 10-ാം ക്ലാസ്സുകാരന്റെ ട്യൂഷൻ അധ്യാപകനായിരുന്ന രാഹുൽ സൗഹൃദം സ്ഥാപിച്ച് ആദ്യം ചെറിയ തുക വാങ്ങി. തുടർന്ന് ഭീഷണിപ്പെടുത്തി ഗൂഗിൾ പേയിലൂടെ പണം വാങ്ങുകയും ഇടയ്ക്ക് പണം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ
കൊണ്ടുവരാനും ആവശ്യപ്പെട്ടു. 2022 ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയ്ക്ക് ഇങ്ങനെ 9,19,139 രൂപ ഇയാൾ തട്ടിയെടുത്തതായാണ് പരാതി. കുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതിപ്പെട്ടതോടെ ഇയാൾ ഉത്തർപ്രദേശിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് പിന്തുടർന്ന് എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് മുങ്ങി കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് സമീപത്തുള്ള കുറ്റിച്ചാലിൽ വാടകയ്ക്ക് കഴിയുകയായിരുന്നു. ലഹരിക്കടത്ത് പ്രതിയായ വിദേശ പൗരനെ 1 വർഷത്തിന് ശേഷം പിടികൂടി. മെത്താഫിറ്റമിൻ പിടികൂടിയ കേസിലെ പ്രതിയായ വിദേശ പൗരനെ 1 വർഷത്തിന് ശേഷം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നൈജീരിയൻ പൗരനും ബംഗളൂരുവിൽ വിദ്യാർത്ഥിയുമായ യെബൂക്ക പ്രോസ്പർ ഇഗ്ബോനൂസിനെയാണ് താമസ സ്ഥലത്ത് നിന്ന് വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നിന്നെത്തിയ ബസിൽ മെത്തഫിറ്റാമിനുമായി 2 പേരെ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ സാധനം നൽകിയതിന് 80,000 രൂപ എബൂക്കയുടെ അക്കൗണ്ടിലേക്ക് നൽകിയതായി മൊഴി നൽകിയിരുന്നു. വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച 2700 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. ടെമ്പോയിൽ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോഡിനടിയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2700 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. വണ്ടിയുടെ ഡ്രൈവർ ആലപ്പുഴ കൈനക്കരി സ്വദേശി സൂരജിനെ കസ്റ്റഡിയിലെടുത്തു. 35 ലിറ്റർ കൊള്ളുന്ന 79 പ്ലാസ്റ്റിക് കന്നാസുകളിലായാണ് സ്പിരിറ്റ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനായാണ് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. സ്കൂൾ വാഹന ഡ്രൈവർ ഫിറ്റായിരുന്നു. നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. മദ്യപിച്ച സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോയിരുന്ന വാഹന ഡ്രൈവർക്കെതിരെ നടപടി. മലപ്പുറം തിരൂരിലാണ് സംഭവം. തലക്കടത്തൂരിന് സമീപം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ഡ്രൈവറായ സഫ്വാൻ മദ്യപിച്ചതായി കണ്ടെത്തിയത്. നിരോധിത പുകയില ഉൽപ്പന്നവും ഇയാളിൽ നിന്ന് കണ്ടെത്തി. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാൻ നടപടി സ്വീകരിക്കാനാണ് തീരുമാനമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൊഴിലും വിസയും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് 59കാരിയും അറസ്റ്റിൽ. UK-യിൽ തൊഴിലും വിസയും വാഗ്ദാനം ചെയ്ത് 3 പേരിൽ നിന്നും 6.5 ലക്ഷം തട്ടിയെടുത്ത കേസിൽ 59കാരിയും അറസ്റ്റിൽ. തൃശൂർ എടവിലങ്ങ് കാര പുതിയ റോഡ് പള്ളിയിൽ ശ്യാമളയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റിലായിരുന്ന 29കാരി സായയുടെ അമ്മയാണ് ശ്യാമള. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതിന് സായക്കെതിരെ മാള, ഇരിഞ്ഞാലക്കുട, വെള്ളിക്കുളങ്ങര, കാട്ടൂർ സ്റ്റേഷനുകളിലായി 9 കേസുകളാണ് നിലവിലുള്ളത്. OLX-ൽ വെച്ച മൊബൈൽ മോഷ്ടിച്ച യുവാവ് പിടിയിൽ. OLX-ൽ വിൽപ്പനയ്ക്കായി വെച്ച മൊബൈൽ ഉപഭോക്താവായി നടിച്ചെത്തി കൈക്കലാക്കി കടന്ന യുവാവ് വലയിലായി. തൃശൂർ ചന്ദ്രാപ്പള്ളി സ്വദേശിയായ 24കാരൻ വിഷ്ണുവാണ് പിടിക്കപ്പെട്ടത്. സാംസങ് അൾട്ര S25 മൊബൈലാണ് ഇയാൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ 16-ന് തൃപ്രയാറിലാണ് സംഭവം. ഉടമയുടെ പരാതിയിൽ വലപ്പാട് പോലീസാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. സ്വത്ത് തർക്കം. അമ്മയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ യുവാവ് പിടിയിൽ. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അമ്മയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിന് മകനെ പിടികൂടി. തൈപ്പറമ്പിൽ 71കാരിയായ പത്മാവതിയുടെ മരണത്തിൽ മകൻ ലിനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കാൽമുട്ടുകൊണ്ട് ലിനീഷ് പത്മാവതിയുടെ നെറ്റിയിടിച്ചതായും തലക്കേറ്റ് ഗുരുതര പരിക്ക് മരണകാരണമായെന്നും പോലീസ് പറയുന്നു. വാരിയെല്ലുകളും പൊട്ടിയതായാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആക്രമണമുണ്ടായത്.
65,000 രൂപ വില വരുന്ന കഞ്ചാവുമായി വയനാട് സ്വദേശി പാലക്കാട് അറസ്റ്റിലായി. വാളയാറിൽ 65,000 രൂപ വില വരുന്ന കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. വയനാട് സുൽത്താൻ ബത്തേരി നെന്മേലി ചുള്ളിയോട് സ്വദേശി വടക്കുംപറമ്പിൽ ലിജോ ജോയിയെയാണ് ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്തത്. 1.153 കിലോ ഉണക്ക കഞ്ചാവാണ് ഇയാളുടെ കൈവശം നിന്ന് കണ്ടെടുത്തത്. ആലപ്പുഴ തുമ്പോളി കടപ്പുറം മേഖലയിൽ കച്ചവടം നടത്താൻ ഒഡീഷയിൽ നിന്ന് വാങ്ങിയതാണ് കഞ്ചാവെന്ന് പിടിയിലായ ലിജോ മൊഴി നൽകി. എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് PR, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് PM, പ്രഭ G, പ്രിവന്റീവ് ഓഫീസർമാരായ KP രാജേഷ്, മനോജ് PS, സിവിൽ ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, പ്രസന്ന എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായ ഉദ്യോഗസ്ഥനെ കസ്റ്റംസ് പുറത്താക്കി. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും കസ്റ്റംസ് പുറത്താക്കി. ഇൻസ്പെക്ടർ K അനീഷിനെതിരെയാണ് നടപടിയായത്. 2023 വർഷം തിരുവനന്തപുരം വിമാനത്താവളം വഴി നടന്ന 4.5 കിലോ സ്വർണം കടത്തിയ കേസിലെ കുറ്റാരോപിതനാണ് അനീഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ സന്ദർശനം സർക്കാർ മറുപടി പറയണമെന്ന് കോൺഗ്രസ്. AN രാധാകൃഷ്ണനെ NDA സംസ്ഥാന ഉപാധ്യക്ഷനാക്കി. ബന്ധുക്കളിൽ നിന്നുള്ള ദുരനുഭവം വിദ്യാർത്ഥികൾക്ക് പരാതി അറിയിക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി. KSRTC കുറിച്ചു പ്രദർശനവും മ്യൂസിയവും എന്ന് മന്ത്രി ഗണേഷ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.